എല്ലാവരും പേനായിരിക്കും. എല്ലാം ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ടോ? ഈ സാധനം കണ്ടോ പേൻ പോലെ കറുത്ത്? ഇവരെല്ലാം ഇങ്ങനെ എടുത്ത് ഇപ്പം അവളും എടുത്താണ്ട് തന്നെ. ഇത് കണ്ടോ? ഞാൻ ഇപ്പം ചെന്ന് നോക്കുമ്പോൾ ഇതെല്ലാം ഇളകുന്നത് കണ്ടോ? ഫുള്ള് ഇളകുവാ. അത് കെയർ ചെയ്യുന്നത് കണ്ടത് ഇവിടെ എല്ലാം ഉണ്ട്. അത് നന്നായിട്ട് കെയർ ചെയ്യണോടി. നമ്മള് ഷാമ്പു ഉണ്ട്, അതിന്റെ ഒരു കട്ടി കുറഞ്ഞ ഷാമ്പു ഇടണം. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇഷ്യൂ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? ലൈവിലിരുന്ന് പറഞ്ഞൊരു കാര്യമാണ് ഹെയർ എക്സ്റ്റൻഷൻ രേണുസുതി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹെയർ തലയിൽ നിന്ന് എന്തോ കഷ്ണമായിട്ട് ഇളകി വരുന്നു എന്നുള്ളത്, അത് പെയിനാണോ എന്താണെന്നുള്ളത് അറിയില്ല എന്നുള്ളതും പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തു കൊടുത്ത റൂമ കോസ്മെറ്റോളജിസ്റ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പുണ്ട്, അവരാണിത് ചെയ്തു കൊടുത്തത്. അവരിതിൻ്റെ ക്ലാരിഫിക്കേഷൻ, അതായത് ഇതിനെക്കുറിച്ച് അവർക്ക് പറയാനുള്ള അവരുടെ ഭാഗമായിട്ട് അവർ വന്നിട്ടുണ്ട്. അപ്പോൾ രേണുസുതി ഈ ഒരു ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യാനായിട്ട് അവരുടെ ക്ലിനിക്കിലോട്ട് ചെല്ലുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യം, ആഴ്ചയിൽ ഒരൊറ്റ ദിവസം മാത്രമേ രേണുസുതി ഹെയർ വാഷ് ചെയ്യുള്ളൂ, കുളിക്കുള്ളൂ എന്നുള്ളത്. അപ്പോൾ തന്നെ ആ മേഡം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കില്ല, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമേ കുളിക്കുള്ളൂ എന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പണി കിട്ടും എന്നുള്ളത്. ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലായിക്കോട്ടെ അവർക്ക് മര്യാദയ്ക്ക് ഡ്രസ്സോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഷാമ്പൂവും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ രേണുസുതിക്ക് ഹെയർ കെയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. പക്ഷേ ഇത്രയധികം ഓഡിയൻസ് കണ്ടുകൊണ്ടിരുന്ന ഒരു ഷോയിൽ ഇരുന്നിട്ട് ഈ ഹെയർ എക്സ്റ്റൻഷൻ ഇവർക്ക് ചെയ്തു കൊടുത്തിരുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് കൂടി ബാധിക്കുന്ന രീതിയിലാണ് രേണുസുതി ഇപ്പോൾ സംസാരിച്ചിരുന്നത്. അപ്പോൾ അവർ ചെയ്തു കൊടുക്കുന്ന ഒരു സർവീസിനെ കുറിച്ച് ലോക മലയാളികൾ മുഴുവൻ കണ്ടുകൊടുക്കുന്ന ഒരു ഷോയിലിരുന്ന് പറയുമ്പോൾ അത് ആ ഒരു ഗ്രൂപ്പിനെയും അവരുടെ സർവീസിനെയൊക്കെ പിന്നീട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ഒരു റൂമ കോസ്മെറ്റോളജിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഈ ഒരു ക്ലിനിക്കിലേക്ക് പോകുന്ന ആളുകൾക്കിടയിൽ തന്നെ അതൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. കാരണം രേണുസുതിക്ക് ഇങ്ങനെ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തതിന് ശേഷം ഇങ്ങനെ സംഭവിച്ചെങ്കിൽ നമുക്കും അത് സംഭവിക്കുമോ എന്നുള്ളൊരു തെറ്റിദ്ധാരണ അവരുടെ ഉള്ളിൽ ഉണ്ടാകും. അപ്പോൾ രേണുസുതി ഈ പറഞ്ഞതിനോട് എനിക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് അതിന് ചെയ്തു കൊടുത്ത ആളുകളെയൊന്നും രേണുസുതി പറഞ്ഞിട്ടില്ലല്ലോ, താൻ കെയർ ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളത് രേണുസുതി പറയുന്നുണ്ടല്ലോ എന്നുള്ളത്. പക്ഷെ അങ്ങനെയെങ്കിൽ തൻ്റേതായിട്ടുള്ള കാരണം കൊണ്ടാണ് ഇങ്ങനെ ഹെയർ ഊരിപ്പോരുന്നത്, കഷ്ണമായിട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കണം, ഒന്നും മിണ്ടാതിരിക്കുക. അല്ലാതെ അനാവശ്യമായ ടോക്ക് ഇത്രയും വലിയൊരു ഷോയിലിരുന്ന് പറയരുത്. അത് അവരുടെ സർവീസിനെ കൂടെ ബാധിക്കുന്നൊരു കാര്യമാണ് എന്നുള്ളത് രേണുസുതി പല സമയത്തും ചിന്തിക്കുന്നില്ല. പിന്നെ രേണുസുതിയുടെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ആര് രേണുസുതിക്ക് എന്ത് ഉപകാരം ചെയ്തു കൊടുത്തോ, എന്ത് സഹായം ചെയ്തു കൊടുത്തോ അവരെ പുറങ്കാല് കൊണ്ട് തൊഴിക്കാനുള്ളൊരു സുമനസ് കൂടി നമ്മുടെ രേണുസുതിക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതിനോട് എനിക്ക് വലിയ ആശ്ചര്യമൊന്നും തോന്നുന്നില്ല. പക്ഷെ അങ്ങനെ പറയരുതായിരുന്നു.